അല്ല ഇന്നെന്താ പരിപാടി? ഇന്നോ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? പ്ലം കേക്ക് ഉണ്ടാക്കാം. നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട് സോക്ക് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? റെഡിയാണോ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കാരമലൈസ് ചെയ്യണല്ലേ? ഓക്കെ, പറഞ്ഞോട്ടെ. കറുപ്പ് കളർ നിന്റെ കളറിന്റെ വന്നോട്ടെ. നീ എന്താണെന്നറിയോ, ഇത് കറുത്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ചൂടുള്ളതിലേക്ക് ഒഴിക്കണം. പച്ചവെള്ളം ഒഴിച്ചാൽ പൊട്ടിത്തെറിക്കും. ചെറുതായിട്ട് ഒന്നിലുള്ളതല്ലേ പോകുള്ളൂ, എനിക്ക് കുടിക്കേണ്ട ആവശ്യമില്ല. നമ്മളന്ന് കുറച്ച് സോക്ക് ചെയ്ത് വെച്ചില്ലേ? യെസ്, നമ്മൾ അച്ചാറും കുപ്പിയിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ്. ഓപ്പൺ. എന്റെ മോനെ ഗ്യാസ് ഉണ്ടായിരുന്നില്ലേ? 2 ദിവസം കൊണ്ട് വെക്കാം. സെറ്റായോ? ഒരാഴ്ചയിലേ വെച്ചിട്ടുള്ളൂ. ഇത് മൊത്തം എടുക്കണ്ടോ? നോക്കാം നമുക്ക്. അതിലേക്ക് 1 സ്പൂൺ മൈദ ചേർക്കാം. എന്തിനാ അറിയോ? അത് കുഴഞ്ഞിരിക്കാന്. നമ്മള് അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കും. ധാരാളം. എന്നിട്ട് നോക്ക്, കുറേ നമുക്ക് പിന്നെ ഇടാം. ഒരു സ്പൂൺ കൊടുക്കാം. ശരിക്കും അത് മിക്സ് ആയില്ല, ശരിക്കും കുഴഞ്ഞിരിക്കണം. കേക്കിനെ പെട്ട് മിക്സ് ചെയ്തിട്ടോ ഡ്രൈ ഫ്രൂട്ട്സിനൊപ്പം. ഓക്കെ, അത് ജസ്റ്റ് അരിപ്പയിലിട്ട് അതിലേക്ക് തന്നെ മറ്റേ ബേക്കിംഗ് പൗഡറും കൂടി ഇടും. എന്നിട്ട് അരിക്കുക, അപ്പൊ ശരിക്കും മിക്സ് ആവും. 1 ടീസ്പൂൺ ഇട്ടാൽ മതി. കാരണം നമ്മളൊരു 200 ഗ്രാം മൈദ എടുത്തിട്ടുണ്ടാവുള്ളൂ. ബേക്കിംഗ് പൗഡർ അല്ലേ? ഉപ്പ് ആവശ്യത്തിന്. മറ്റേ കുക്കർ പറയില്ല, അതേമാതിരി ഉപ്പ് ആവശ്യത്തിന്. ശരിക്കും മിക്സ് ചെയ്തോളൂ. പോണില്ലേ? അപ്പൊ ഗൈസ്, എന്റെ ഈ അരിപ്പയിൽ ചാടുന്നില്ല. കട്ടി കുറച്ച് കൂടുതലാണ്. നമുക്ക് അരിപ്പ ചേഞ്ച് ചെയ്യാം. നമ്മള് പട്ടയുടെ, ഗ്രാമ്പൂട്, കറുവാപ്പട്ടയുടെ, ഏല, കുമ്പം, മേളം എല്ലാം ഇട്ടോ. ഇതൊക്കെ വേണോ? ഒരു ചെറിയ കഷ്ണം ഗ്രാമ്പൂന്റെ ജാതിക്ക. ഓക്കെ, മറ്റേ സാധനം വേണ്ട. 2-3 ഏലക്കും കൊടുക്കും. ജാതി പത്രം ഇല്ലാത്തതുകൊണ്ട് ജാതി പത്രം ഇട്ടോളൂ. പിന്നെ 2 ഏലക്ക ഇടും. ജാതിക്ക ചെറിയൊരു കഷ്ണം, 1 ഏലക്ക, 2 ഏലക്ക ഇട്ടോ. 2-3 ഏലക്ക ഇട്ടോ, കുഴപ്പമില്ല. ഏതാവിന്റെ കാലത്തുള്ള ഏലക്ക, വലിയ ഗ്യാസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, കുറച്ച് ഷുഗർ, ബ്രൗൺ ഷുഗർ ഇല്ലാത്തതുകൊണ്ട് വൈറ്റ് ഷുഗർ. അതിലേക്ക് നമ്മള് ഇതെല്ലാം കൂടി ഒറ്റ പൊടിക്കല്. കാരണം ഇത് വളരെ ക്വാണ്ടിറ്റി കുറവാണ്, അപ്പൊ മിക്സിയിൽ പൊടിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഗുഡ്. അതെ, എല്ലാം ഒന്നിച്ച് പൊടിക്കും. പൊടിക്കാൻ തന്നെ കഴിഞ്ഞിട്ടുള്ളൂ. ബട്ടർ ഇട്ട് ബീറ്റ് ചെയ്യും. നോക്കാൻ മതി. എല്ലാം അറിയാന്ന് പറഞ്ഞു വന്ന ആളാ. ബട്ടർ എത്ര ഇടണെന്ന് അറിയില്ല. അപ്പൊ നമ്മള് ബട്ടർ, ഓയിൽ വരെ ബട്ടർ. നമ്മളതിലേക്ക് എന്താണ് ഇടുന്നത്? നമ്മള് എന്തൊക്കെ സാധനങ്ങളില്ല അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. പറക്കുന്നുണ്ടോ? ചിറകുണ്ടോ അതിന് പറക്കാൻ? നമ്മളീ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോളേ എവിടെ കേക്ക് കഴിച്ചപ്പോൾ മുട്ടത്തൊണ്ട് കിട്ടി. ഓർമ്മയുണ്ട്? കടയുടെ പേര് പറയണ്ട, അതിന് അവർക്കൊരു ഇതാവണ്ട. 2 മുട്ടയാ? ഇനി അതിനകത്ത് നമ്മള് വാനില എസൻസ് ചേർക്ക്. മുട്ടയുടെ മണമൊക്കെ ഒന്ന് പോയിട്ടേ 3 ഉള്ളി 4 ഉള്ളി ധാരാളാ. അമ്മ ഇത് ചാടുന്നില്ല. അടുത്ത നമ്മള് മൈദ ഇടയ്ക്കിടല്ല എന്താ ഇടയ്ക്ക് അല്ല 3 ട്രിപ്പായിട്ട് ഇടുന്നുണ്ട്. കുറച്ച് 4 ട്രിപ്പ് എങ്ങനെ കേട്ടോ? 3 പ്രാവശ്യമായിട്ട് ഇടുന്നല്ലേ? ഓക്കെ, ടൈറ്റ് ആയിരുന്നു കേട്ടോ. ഇത് ശരിക്കും മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കാരമലൈസ് ചെയ്തത് ഷുഗർ ഇടാം. ഇട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്യാം അല്ലേ? അതിലേക്ക് നമ്മൾ ഈ ഓറഞ്ച് ഇല്ലേ, ഓറഞ്ച് നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്തിടണം. ഓറഞ്ച് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ കിലോ ആണ് ഉപയോഗിക്കുന്നത്. എല്ലാം ഉടായിപ്പാണ്. അതെ, ഉടായിപ്പ് പ്ലം കേക്ക് തന്നെയായിരിക്കും നമ്മുടെ കേക്കിന്റെ പേരാവും. ചരണം ശ്രദ്ധിക്കാൻ, ഉള്ളിലെ വെള്ളം വരരുത്, ആ പുറന്തൊലി മാത്രമേ വരാവൂ, അല്ലെങ്കിൽ ചെറിയ ടൈപ്പ് ഉണ്ടാവും. അങ്ങനെ സൈഡ് മാറ്റി ഞാൻ പഴയ ഷെഫല്ലടോ.
ഒരു വലിയ ഷെഫില് അല്ല, ഒരു ഷിപ്പിൽ ഷെഫായിരുന്നു. ഷിപ്പല്ല, ഷിപ്പിൽ ഷെഫായിരുന്നു. അങ്ങനെ നമ്മള് കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗറിലേക്ക് ഒഴിച്ചു. കളർ നല്ല സൂപ്പർ കളറായില്ലേ? കളർ മാത്രമുള്ള നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറയാം. ഇത് നമ്മുടെ സോക്ക് ചെയ്ത ഫ്രൂട്ട്സിന്റെ വൈന്. ഫ്രൂട്ട്സും കാണുന്നുണ്ടല്ലോ. അത് കുഴപ്പമില്ല, അത് കമ്പൽസറി അല്ല. അത് ഒഴിച്ചാൽ വേറെ ടേസ്റ്റ് ഉണ്ടാവും. വേണ്ടി ഒഴിക്കുന്നത് ഒക്കെ വരുന്നുണ്ടോ? ഇംഗ്ലീഷ് കൂടെ പറയാം. അതെ, മിക്സ് വെല്ലുന്നു. ആ, ഇതെന്താ ബട്ടറോ? ബട്ടർ ഇട്ടു. എന്തിനത്? കേക്ക് അടിപൊളിക്കായിരിക്കും അല്ലേ? ഇത് തേക്കാൻ ബ്രഷ് ഉണ്ടോ? ബ്രഷില്ല. ബ്രഷ് ഇല്ലെങ്കിൽ നോക്കണം. ഇല്ലെങ്കിൽ ഒരു പണി അവിടെ ഡൈ ചെയ്യുന്ന ബ്രഷ് ഇരിപ്പുണ്ട്. അതെടുത്തിട്ട് ഒന്ന് കഴുകി ഉപയോഗിച്ചോ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കറുപ്പുറം കൂടി കിട്ടും. നമ്മൾ സെറ്റ് ചെയ്ത സാധനത്തിലേക്ക് ഒഴിച്ചു കേട്ടോ. ഓക്കെ, ശരിക്കും മിക്സായി അലങ്കാരമായിട്ട് ചെറിയ കേട്ടോ. ഓക്കെ, എന്റെ പുറങ്ങാനായിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. എന്താണ് കഴുകാത്തതെന്ന് വിചാരിച്ചിട്ട്. ഇതേ ഞാൻ ശ്രീനഗറിൽ കേക്ക് ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ ഞാൻ ഒരാളോട് പറഞ്ഞ് കുറച്ച് മണലെടുത്തോണ്ട് വരാന്. അപ്പൊ മണലെടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് വിട്ടിട്ട് ആള് മണലും സിമെന്റും കൂടെ മിക്സ് ആക്കി ഇത് എടുത്തോണ്ട് വന്നു. ഞാൻ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. കേക്കൊക്കെ ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോ കുക്കർ ഇങ്ങനെ കരിയും. ഉള്ളിൽ ഒരു കുഴപ്പം പറ്റിയില്ല, പുറം ഇങ്ങനെയായി. സിമെന്റ് മിക്സ് ചെയ്ത കേക്കാണ്. അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് അല്ലേ? വീടോ? ആ, അങ്ങനെ മാന്തരുത്. അപ്പൊ നമുക്ക് കേക്ക് മുറിച്ചാലോ? മുറിക്കാം. നമ്മൾ ഉണ്ടാക്കിയ കേക്ക് അങ്ങനെ നോക്കാലോ അല്ലേ? മുറിയോ? ഇല്ലെങ്കിൽ ഓ, സൂപ്പർ സോഫ്റ്റ് കേക്ക്. സോഫ്റ്റ് ആണെന്ന് കുഞ്ഞു. ഇതൊന്നും നോക്കിട്ട് പറയാന്ന് പറ. ഇവിടെ നിന്ന് മാന്തി തുടങ്ങിയിട്ട് ഞങ്ങക്ക് മാന്തൽ ഇച്ചിരി. ഇത് കാണിക്ക്. കേക്കൊക്കെ നമ്മൾ കണ്ട സൂപ്പർ കേക്കാണ്. കഴിച്ചിട്ട് പറയാം സൂപ്പർ ആണോ. കാഴ്ച നല്ല ഭംഗിയുള്ള കേക്കാണ്. നമ്മൾ കഴിക്കലും തുടങ്ങിയിരിക്കുകയാണ് നമ്മള്. സൂപ്പറാണോടി? കൊള്ളൂല. അയ്യോ കൊള്ളൂലെന്ന്. കൊള്ളൂലെന്ന്. കുഴപ്പമില്ല അല്ലേ? അത്രയും കൊണ്ട് പ്ലമ്മിന്റെ അത്ര ടേസ്റ്റ് തോന്നുന്നു എനിക്കറിയില്ല. ഞാൻ നാരങ്ങ ടേസ്റ്റ് ഒക്കെ ഇല്ലേ? നാരങ്ങ ഒന്നുകൂടെ ബീറ്റ് ആവാനുണ്ടല്ലേ? ആ ഉള്ളി കണ്ടില്ല, ആ ഒരു ഷെല്ലുകൾ അങ്ങോട്ട് ഒരു ഇതായിട്ട് വന്നിട്ടില്ല. അപ്പൊ ഒന്നുകൂടെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലേ, ഷെല്ലുകൾ ഒന്നുകൂടെ തുറക്കും.